വർക്കലയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള സ്കൂൾ പൂട്ടാൻ ഉത്തരവായി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും സ്കൂളിനെ കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്നും സ്കൂളിന്റെ പ്രവർത്തനം അനധികൃതമാണെന്നുമുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്കൂൾ അടച്ചുപൂട്ടുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിക്കാൻ വിദ്യാഭ്യാസ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി. ബാലാവകാശ കമ്മീഷനും സ്കൂൾ അടച്ചുപൂട്ടുവാൻ ഉത്തരവ് നൽകിയിരുന്നു. ന്യൂസ് മലയാളം വാർത്തയെ തുടർന്നാണ് നടപടി. വിവരങ്ങളുമായി ആതിര സരസ്വത് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ആതിര, ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുൻപാണ് ഈ ഒരു വാർത്ത, ഈ ഒരു നിയമ ലംഘനം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അതിന് തൊട്ട് പിന്നാലെ നടപടി വന്നിരിക്കുന്നു. എങ്ങനെയൊക്കെയാണ് നടപടിക്രമങ്ങളുടെ മുന്നോട്ട് പോകുക? നടപടി ഉണ്ടായിരിക്കുകയാണ്. നമ്മുടെ റിപ്പോർട്ടർ അഞ്ജു ജയപ്രകാശാണ് ഈ വാർത്ത പുറത്തെത്തിച്ചത്. വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിന് സമീപം പ്രവർത്തിക്കുന്ന ദേവസ്വം ബോർഡ് സ്കൂളിന്റെ CBSE മാത്രം അത്തരത്തിലുള്ള പിഴവുകളൊക്കെ മാത്രമേ ഉള്ളൂ. അവിടെ ഒരുപാട് അനധികൃതമായിട്ടാണ് ആ സ്കൂൾ പ്രവർത്തിക്കുന്നത്. അതായത് നിയമവിരുദ്ധമായിട്ടാണ് അവിടെ ഓരോ കാര്യങ്ങളും നടക്കുന്നത് എന്നാണ് നമ്മൾ പുറത്തു കൊണ്ടെത്തിച്ചത്. എന്തായാലും നല്ലൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. വർക്കലയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള സ്കൂൾ പൂട്ടുന്നതിനുള്ള ഉത്തരവ് ആയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും സ്കൂളിനെ കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്നും സ്കൂളിന്റെ പ്രവർത്തനം അനധികൃതമാണെന്നുള്ള റിപ്പോർട്ടുകൾ അടച്ചുപൂട്ടുന്നതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബാലാവകാശ കമ്മീഷനും അടച്ചുപൂട്ടുവാൻ ഉത്തരവ് നൽകിയിരുന്നു. തുടർന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ കാര്യാലയം സ്കൂൾ അടച്ചുപൂട്ടുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വർക്കല നഗരസഭാ സെക്രട്ടറിക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഉത്തരവിന്റെ പകർപ്പ് മുനിസിപ്പൽ സെക്രട്ടറിക്ക് കിട്ടിയിട്ടില്ല എന്നതാണ്. ശരി ആതിര, എന്താണെങ്കിലും ന്യൂസ് മലയാളം വാർത്തയെ തുടർന്ന് നടപടി ഉണ്ടായിരിക്കുന്നു. വർക്കലയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള സ്കൂൾ പൂട്ടാൻ ഉത്തരവായി. ഈ വാർത്ത പുറത്തു വന്നതിന്റെ ആ നിമിഷം തന്നെ നമ്മൾ ഈ ദേവസ്വം ബോർഡ് അധികൃതരെയും സ്കൂൾ അധികൃതരെയും ഒക്കെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും ആ നിമിഷം ആരും പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ എങ്കിലും ഇപ്പോഴിതാ നടപടി ഉണ്ടായിരിക്കുന്നു. സ്കൂൾ അടച്ചുപൂട്ടാനാണ് ഉത്തരവ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും സ്കൂളിനെ കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്നും സ്കൂളിന്റെ പ്രവർത്തനം അനധികൃതമാണെന്നുമുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സ്കൂൾ അടച്ചുപൂട്ടുന്നതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിദ്യാഭ്യാസ ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ന്യൂസ് മലയാളം വാർത്തയെ തുടർന്നാണ് ഈ ഒരു നടപടി ഉണ്ടായത്.